ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ നോക്ക്, എൻ്റെ ചേച്ചിന് ഒരിക്കലും ആകാശ് സാർ കൈവിടില്ല, അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം എന്താണെന്ന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. വേറൊന്നല്ല, മനോരമ ആ പായസം തന്നെ പ്രീതിന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടോ, കണ്ണ് പൊട്ടണ വഴക്ക് പറയാണ്. ആകാശ് പെട്ടെന്ന് പറയണ്ട, അമ്മേ നോക്കിയത് എൻ്റെ ഭാര്യയാണ്, പറയാവുന്നില്ല ഒരു അതിരുണ്ട് കേട്ടോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും പറയുമ്പോൾ ആഹാ, എൻ്റെ മോനെ നീ കയ്യിലെടുത്തില്ലേ, വന്നിട്ട് 2 ദിവസം പോയില്ല, അപ്പോഴേക്കും എൻ്റെ മോനെ നീ കയ്യിലെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി തെറിച്ചിട്ട് അവിടെ ആടി ആടി പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം ആകാശ് നമ്മുടെ പ്രീതിനെ ചേർത്ത് പിടിച്ചേക്കണ കാണുമ്പോൾ അങ്ങനെ ശ്രുതി മനസ്സിലാക്കുകയാണ്, ഒരിക്കലും ആകാശ് നമ്മുടെ പ്രീതിനെ കൈവിടില്ലെന്ന്. അതാണ് നമ്മുടെ ശ്രുതി അശ്വിനോട് വന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആകാശ് സാർ എൻ്റെ ചേച്ചിനെ കൈവിടാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള അഭിനയം ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങളെൻ്റെ ഭർത്താവല്ല, നമ്മുടെ കോൺട്രാക്റ്റും ഇല്ല, മാരേജും ഇല്ല, ഒന്നുമില്ല. ശ്രുതി, നീ വെറുതെ കളിക്കല്ലേ കേട്ടോ, ഇവിടുന്ന് പോവരുതെന്ന് പറയുമ്പോൾ ഞാൻ പോകും. നിങ്ങൾ പറയാൻ പോവാതിരിക്കാൻ എനിക്ക് പറ്റുമെന്ന്, അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗും തൂക്കിയിട്ട് നമ്മുടെ ശ്രുതി പോകാൻ നിൽക്കുക കേട്ടോ. ശ്രുതി പോവലെന്ന് പറയുമ്പോൾ എനിക്ക് മതിയായി, അഭിനയിച്ച് മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ ഒളിഞ്ഞു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷ്യാമിന് സന്തോഷമാവാം കേട്ടോ. ശ്യാം അഞ്ജലിത് പറയുന്നുണ്ട്, രാജകുമാരി ഞാനൊന്ന് പുറത്തു വരെ പോവാട്ടോ എന്ന് പറയുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല ശ്രുതി ഇത് എങ്ങോട്ടാണ് പോണത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഞാൻ വീട് വരെ പോവാ ആണോ, എങ്കിലൊരു കാര്യം ചെയ്തേ, ശ്യാമേട്ടൻ ആ വഴിയാണ് പോണത്, ശ്യാമേട്ടൻ ഡ്രോപ്പ് ചെയ്യും എന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്ന് പറയുകയാണ്. വേണ്ട വേണ്ട, ശ്യാമേട്ടൻ കൊണ്ടേ ആക്കും എന്ന് പറയുകയാണ്. അങ്ങനെ നിർബന്ധിച്ച് ശ്യാമിൻ്റെ കൂടെ വണ്ടിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ വണ്ടി പോണ സമയത്തൊക്കെ ശ്യാം അശ്വിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതിക്കതൊന്നും സഹിക്കണേ ഇല്ല. കാരണം അശ്വിൻ ശ്രുതിയുടെ ഭർത്താവാണ്, പിന്നെ ശ്യാമിനെ കണ്ടെടുത്താൽ ശ്രുതിക്ക് കണ്ടിടാം. അപ്പോൾ എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്ന ശ്രുതി, നീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വാ, ഞാൻ സ്വീകരിക്കാൻ നിന്നെ എന്നൊക്കെ ശ്യാം പറയാണ്. വണ്ടി നിർത്തടോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്താ ശ്രുതി, തൻ്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് തന്നെ കണ്ണെടുത്താൽ കണ്ടിടാം. പിന്നെ അശ്വിൻ സാർ എൻ്റെ ഭർത്താവാണ്, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും, താൻ അതിലൊന്നും ഇടപെടേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ശേഷം വീട്ടിലെത്തുമ്പോൾ അമ്മയും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ വന്നത് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ്. അന്ന് എന്താ ശരിക്കും സംഭവിച്ചുള്ള സത്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. സത്യങ്ങളോ, എങ്കിൽ പറ എന്ന് പറയുമ്പോഴേക്കും, അതെ ഞാനൊരു ചായ ഉണ്ടാക്കാൻ പോവാണ്, എൻ്റെ ഭർത്താവ് ഇപ്പോൾ തൊട്ടു പിന്നാലെ വരും, ഭർത്താവ് എല്ലാം പറയും എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ചായ ഉണ്ടാക്കുമ്പോഴേക്കും അവിടേക്ക് അശ്വിൻ വരും കേട്ടോ. അശ്വിൻ ശ്രുതിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി വരാണ്. അപ്പോൾ അശ്വിൻ വരുമ്പോൾ അമ്മയും ചോദിക്കേണ്ട, അല്ല മോനെ, ശ്രുതി പറഞ്ഞു ഞങ്ങൾക്ക് സത്യങ്ങളൊക്കെ പറയാൻ വരുവാണെന്ന്. സത്യങ്ങളോ, എന്ത് സത്യങ്ങൾ? അല്ല അന്ന് പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിച്ചതിനെ കുറിച്ചുള്ള സത്യങ്ങൾ. അവൾ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു, മോൻ വരുമ്പോൾ എല്ലാം പറയുമെന്ന് പറഞ്ഞു. അതെയല്ലേ, ഞാനിപ്പോൾ പറയാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ വേഗം അടുക്കളയിലേക്ക് പോയിട്ട് ശ്രുതിയെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് അമ്മയെടുത്തും പറഞ്ഞത്? നിങ്ങൾ സത്യങ്ങൾ പറയുമെന്ന്. നിങ്ങൾ ചായ കുടിക്കുക, എൻ്റെ സത്യങ്ങളൊക്കെ തുറന്നു പറ എന്ന് പറയാം കേട്ടോ. അശ്വിനാണെങ്കിൽ ആകെ കുഴഞ്ഞു പോവാട്ടോ. കാരണം ശ്രുതിയുടെ വീട്ടുകാരുടെ മുമ്പിൽ വഴക്ക് പറയാനും പറ്റില്ല, അവരെ വിഷമിപ്പിക്കാനും പറ്റില്ല. ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ അശ്വിൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ആഴ്ചത്തെ പ്രൊമോ ഫുള്ളും വന്നിട്ടുണ്ട് കുറച്ച് നേരം മുമ്പ്. അതിൻ്റെ പ്രൊമോ അടിസ്ഥാനത്തിലാണ് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ നാളെ കാണാം. ബൈ.